ഏത് മൊറോക്കനൊക്കെ ഫ്രാൻസ് എപ്പോഴും തട്ടി. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മോശം കളി നടന്നത് ഫ്രാൻസും മൊറോക്കും തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾക്ക് മൊറോക്കോക്ക് മറുപടി ഉണ്ടായില്ല. ആകെ മൊറോക്ക അടിച്ച് 1-2 ഓൺ ടാർഗറ്റാ. പിന്നെ മൊറോക്കന്റെ ഗോളി സൂപ്പർ ഗോളി ആയതുകൊണ്ട് ഒരു 5 വീഴുന്നതും തടുത്ത്, അത്രേ ഉള്ളൂ. ഫ്രാൻസ് അമ്മാതിരി കളി. എംബാപ്പെ ആയിക്കോട്ടെ, ഡെംബലെ ആയിക്കോട്ടെ, ഒലീസ ആയിക്കോട്ടെ, ബാർക്കോള ആയിക്കോട്ടെ, കോണ്ടെ ആയിക്കോട്ടെ, അതേപോലെ അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ്. ഇവരെ പിടിച്ചു കെട്ടാൻ ആർക്കുണ്ടാവുമോ? എനിക്ക് തോന്നില്ല കേട്ടോ. 2018 ഫ്രാൻസ് വന്ന സ്കോഡിനെക്കാട്ടും ബെറ്റർ സ്കോഡാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അസാധ്യ കളി. ഇനിയാണെങ്കിൽ ബെഞ്ചിലാണെങ്കിൽ അടിപൊളി പ്ലേയേഴ്സ് വേറെ ഉണ്ട്. ചെർക്കി ഇറങ്ങാനുണ്ട്, അതേപോലെ മറ്റേ ചൗമേനി വരാനുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഇനിയും വരാനുണ്ട്. ഇവരെ പോലത്തെ സ്കോഡിലൊരു ടീം ഇല്ല വേൾഡ് കപ്പിൽ. ഏകപക്ഷീയമായ കളിയായിരുന്നു. സംഭവം കളി കാണാൻ ഒരു സുഖം ഉണ്ടായില്ല. കാരണം ഫ്രാൻസിന്റെ മുന്നേറ്റം മാത്രം. ഭൂരിഭാഗം സമയം ഫ്രാൻസാണ് ബോൾ കൈവശം വെച്ചത്. ആകെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. കണ്ടം കളി പോലത്തെ കുറച്ച് കളി, ഒരു രസമില്ലാത്ത കളിയാണ് മൊറോക്കോ കളിച്ചത്. ആകെ കളിച്ചത് അഷ്റഫ് ഹക്കീമി. വേറെ ആരും നന്നായി കളിച്ചിരുന്നില്ല. ബുവാദിനൊക്കെ 60-ാം മിനിറ്റിൽ കയറ്റിയിട്ടുണ്ട് കോച്ച്. വളരെ മോശം കളി. ഇവരെക്കാൾ നന്നായി കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈജിപ്താണ്. ഫ്രാൻസിനെ പിടിച്ചു കെട്ടാനാവില്ല മക്കളെ. ഇനി ഞാൻ ഒറ്റ സാധ്യത കാണുന്നത് ഫ്രാൻസിനെ പിടിച്ചു കെട്ടാൻ സ്പെയിനായാലായി. സ്പെയിനായിട്ട് കളി വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും കപ്പ് ഇത്തവണ ഡിസേർവ് ചെയ്യുന്നത് ഫ്രാൻസ് തന്നെയാണ്. അമ്മാതിരി സ്കോഡ്, അമ്മാതിരി ഫോമിൽ. എംബാപ്പെ ആയിക്കോട്ടെ, ഡെംബലെ ആയിക്കോട്ടെ, എല്ലാവരും ഒലീസൊക്കെ അസാധ്യ ഫോമിലാണ്. കാത്തിരുന്ന് കാണാം.